മസ്തിഷ്ക ജ്വരത്തിൻ്റെ ലക്ഷണങ്ങൾ 3 കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ്. തലവേദന, പനി, ഛർദി. ഇത് 3ഉം ഒരുമിച്ച് വരുമ്പോൾ അതെല്ലാ കേസും മസ്തിഷ്ക ജ്വരം അല്ലെങ്കിലും അത് ഡോക്ടറെ കാണിച്ച് വേണ്ടി വന്നാൽ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. ഏതാനും ദിവസങ്ങൾക്കകമാണ് ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. ആഴ്ചകളൊന്നും എടുക്കുകയില്ല. മാത്രവുമല്ല, നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള കേസുകൾ പലപ്പോഴും ദിവസങ്ങളോ 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അപായം സംഭവിക്കുന്ന കേസുകൾ ധാരാളം മെഡിക്കൽ ലിറ്ററേച്ചറിലുണ്ട്. നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ പരിസ്ഥിതിയിൽ ധാരാളം കാണപ്പെടുന്ന സൂക്ഷ്മജീവികളാണ് അമീബകൾ. 100 കണക്കിന് സ്പീഷീസ് അമീബകളുണ്ട്. അതിൽ തന്നെ 2, 3, 4 തരം മാത്രമാണ് മനുഷ്യന് മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്നത്. മൂക്ക് വഴിയാണ് അതിനൊരു ഷോർട്ട് കട്ട് ഉള്ളത്. മൂക്ക് വഴി വെള്ളം കയറ്റുകയോ കയറുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള സൂക്ഷ്മജീവികൾക്ക് തലച്ചോറിലേക്ക് എത്താനുള്ള ഷോർട്ട് കട്ടുണ്ട്. മൂക്കെന്ന് പറയുന്ന 2 ദ്വാരങ്ങൾ മാത്രമല്ല, ഇതിനകത്ത് ഒരു വലിയ ചേമ്പറും ആ ചേമ്പറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അനേകം അറകളും ഉണ്ട്. ഈ അറകൾക്ക് തലച്ചോറുമായി വളരെ അടുത്ത ദൂരമേ ഉള്ളൂ. ഇനി ഈ സൂക്ഷ്മജീവികൾ ഇന്ന് മലിനമായിട്ടുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മാത്രമല്ല ഉള്ളത്. നമ്മുടെ പൈപ്പുകൾ, നമ്മുടെ ടാപ്പുകൾ, അതുപോലെ തന്നെ വാട്ടർ ടാങ്കുകൾ, വാട്ടർ ഹീറ്ററുകൾ, ഷവർ ഫോസറ്റുകൾ, ഡ്രെയിനുകൾ, ഇതിലെല്ലാം തന്നെ അമീബകൾ ധാരാളമുണ്ട്. കാരണം ഈ അമീബകൾ ജീവിക്കുന്നത് നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം. നമ്മുടെ മണ്ണിൽ ഈ ബയോഫിലിം എന്ന് പറയുന്ന ഒരു പച്ച നിറത്തിലുള്ള പായൽ പോലത്തെ പായലെന്ന് പറയും. അത് അതിനകത്ത് ധാരാളം സൂക്ഷ്മജീവികൾ, അമീബകളും ബാക്ടീരിയകളും വൈറസുകളും ഫംഗസും എല്ലാം ജീവിക്കുന്നുണ്ട്. ആൽഗകൾ, ഇതെല്ലാം ജീവിക്കുന്നുണ്ട്. ഇന്ത്യയിലെ കണക്കുകൾ കേട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു വർഷം 6 ലക്ഷത്തിലധികം മസ്തിഷ്ക ജ്വരം കേസുകളാണ് ഒരു വർഷം ഉണ്ടാകുന്നത്. 50,000-ലധികം മരണങ്ങളാണ് ഒരു വർഷം മസ്തിഷ്ക ജ്വരം കൊണ്ട് മാത്രം ഉണ്ടാകുന്നത്. അമീബയാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ നേരത്തെ എത്തിച്ചു കൊടുത്താൽ മരണനിരക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്ന് കേരളത്തിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് മൈക്രോസ്കോപ്പിനടിയിൽ കൂടി മാത്രം കാണപ്പെടുന്ന സൂക്ഷ്മജീവികളാണ്. അവയുടെ ചലനത്തിന് പ്രത്യേകതയുണ്ട്. മനുഷ്യൻ്റെ കോശങ്ങളുമായി സാമ്യമുള്ള ജീവികളാണിവ. അതുകൊണ്ട് ഇതിൽ നിന്നും വേർതിരിച്ചറിയാനും ഇവ അമീബയാണെന്ന് തിരിച്ചറിയാനും വളരെ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം വളരെ അപൂർവമായിട്ടുള്ള കേസുകളാണ്. നമ്മൾ മുഖം കഴുകുന്നതിനോ കഴുകുന്നതിനോ ഒന്നും ഒരു പ്രശ്നം ഞാൻ കാണുന്നില്ല. എങ്കിലും ബോധപൂർവമായിട്ട് ആരും ദയവ് ചെയ്ത് മൂക്കിലേക്ക് വെള്ളം ഒഴിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. കോടിക്കണക്കിന് ആൾക്കാർ എല്ലാ ദിവസവും വെള്ളവുമായിട്ട് എത്രയോ സമ്പർക്കം ഉണ്ടാകുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇത് വരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അപൂർവമായിട്ട് മാത്രമാണ് സംഭവിക്കുന്നത് എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്.